ഹായ്, എല്ലാവർക്കും നമസ്കാരം. സ്ത്രീകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ അല്ലേ? നമ്മുടെ രാജ്യത്ത് ഓരോ 8 മിനിറ്റിലും ഒരാൾ വീതം ഗർഭാശയ ക്യാൻസർ മൂലം മരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഗർഭാശയം. ഗർഭധാരണം, പ്രസവം എന്നിവയ്ക്ക് മാത്രമല്ല, സ്ത്രീ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുടെ ഉൽപാദന കേന്ദ്രവും നിയന്ത്രണ കേന്ദ്രവുമാണ് ഗർഭപാത്രം. PCOD, PCOS എന്നീ രോഗങ്ങളാൽ യൗവനം വിട്ടുമാറും മുമ്പ് തന്നെ ഗർഭാശയം എടുത്തു മാറ്റേണ്ട അവസ്ഥയിലാണ് പലരും. ഇന്ന് നമ്മുടെ തന്നെ പരിചയത്തിലുള്ള 40 കഴിഞ്ഞ സ്ത്രീകളിൽ എത്ര പേർക്ക് ഗർഭാശയമുണ്ടെന്ന് ഒന്ന് പരിശോധിച്ചാൽ തന്നെ അറിയാം അതിൻ്റെ ഭയാനകത. യൂട്രസ് എടുത്ത് കളയുന്നത് മൂലം മാത്രം സംഭവിക്കുന്ന BP, തൈറോയിഡ്, ഡയബറ്റിസ്, ഹൃദയ സംബന്ധവും അസ്ഥി സംബന്ധവുമായ കുറേ ഗുരുതര രോഗങ്ങൾ ഉണ്ട് എന്ന് എത്ര പേർക്കറിയാം? ഇത്തരം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് പിന്നിലെ വില്ലൻ ആരാണ്? പഠനങ്ങൾ പറയുന്നു, കുട്ടികളും സ്ത്രീകളും ഉപയോഗിക്കുന്ന ക്വാളിറ്റി ഇല്ലാത്ത സാനിറ്ററി പാഡുകളാണ്. ഇന്ത്യയിൽ ലഭിക്കുന്ന ബഹുഭൂരിപക്ഷം പാഡുകളും വിലക്കുറവിനായി പ്ലാസ്റ്റിക്കിലേക്കാണ് നിർമ്മിക്കുന്നത്. കൂടാതെ പാഡുകളിലുള്ള ആർട്ടിഫിഷ്യൽ പെർഫ്യൂമുകളും ഫാലറ്റ്സും ബ്ലീച്ചസുമാണ് മാരക രോഗങ്ങളുടെ പ്രധാന കാരണക്കാർ. വില കുറഞ്ഞ പാഡുകളിൽ ആർത്തവ സമയത്തെ 60 ഡിഗ്രിയോളം വരുന്ന ഹോട്ട് ബ്ലഡ് വീഴുകയും പ്ലാസ്റ്റിക്കുമായി ചേർന്ന് മാരക വിഷങ്ങളായി മാറുകയും ചെയ്യുന്നു. ഓർക്കുക, ശരീരത്തിലെ ഏറ്റവും നിർണായകവും സെൻസിറ്റീവുമായ ഭാഗത്താണ് ക്വാളിറ്റി ഇല്ലാത്തതും രോഗകാരിയുമായ പാഡുകൾ നാം ഉപയോഗിക്കുന്നത്. മെൻസ്ട്രൽ കപ്പിൻ്റെ സ്ഥിതിയും ഭിന്നമല്ല. യൂട്രസ് ക്യാൻസർ ഉൾപ്പെടെ ഭാവിയിൽ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ജനിതക തകരാറുകൾ ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. മനോരമ ന്യൂസിന്റെ ഒരു വാർത്ത ശ്രദ്ധിക്കാം. രാജ്യത്ത് സുപരിചിതമായ ബ്രാൻഡുകളുടെ സാനിറ്ററി നാപ്കിനുകൾ വന്ധ്യതയ്ക്കും ക്യാൻസറിനും വഴിവെക്കുന്നതായി കണ്ടെത്തൽ. നാപ്കിനുകൾ മൃദുലവും സുഗന്ധവും ഉള്ളതാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് വില്ലനാകുന്നത്. ഇവ നിയന്ത്രിക്കാൻ എത്രയും പെട്ടെന്ന് മാനദണ്ഡങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്ന് ഡൽഹി ആസ്ഥാനമായുള്ള NGO ടോക്സിക്സ് ലിങ്കിന്റെ പഠനം വ്യക്തമാക്കുന്നു. രാജ്യത്ത് സ്ത്രീകളും കുട്ടികളുമടക്കം 65% പേർ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. എന്നാൽ ഇത് ജീവിതത്തിൽ വില്ലനാകുന്നു എന്നാണ് ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ടോക്സിക്സ് ലിങ്ക് എന്ന സന്നദ്ധ സംഘടന നടത്തിയിട്ടുള്ള പഠനത്തിൽ വ്യക്തമാകുന്നത്. രാജ്യത്ത് സുപരിചിതമായതും കൂടുതൽ പേർ ഉപയോഗിക്കുന്നതുമായ 10 നാപ്കിനുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. നാപ്കിനുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫാലറ്റ്സ്, VOC എന്നിവ ശരീരത്തെ സാരമായി ബാധിക്കുന്നു എന്നാണ് പഠനത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഫാലറ്റ്സുകൾ ഉപയോഗിക്കുന്നത് നാപ്കിനുകളുടെ മൃദുലത, അയവ്, പാളികൾ തമ്മിൽ ചേർന്നിരക്കൽ തുടങ്ങിയവയ്ക്കാണ്. ഇത് ഗർഭപാത്രത്തിന് പുറത്തെ അനാവശ്യമായ വളർച്ച, വേദന, രക്താതിസമ്മർദ്ദം, ഗർഭധാരണത്തിലെ സങ്കീർണതകൾ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. സുഗന്ധത്തിനു വേണ്ടിയാണ് VOCകൾ ഉപയോഗിക്കുന്നത്. ഇത് അലർജി, വൃക്ക, കരൾ എന്നിവയുടെ തകരാറ്, ക്ഷീണം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു എന്നാണ് ഈ പഠനത്തിൽ വ്യക്തമായിട്ടുള്ളത്. സർക്കാരിന്റെ അടിയന്തരമായ ഇടപെടലാണ് ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ളത്. ഇത്തരം വിപത്തുകളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ക്വാളിറ്റിയുള്ള 8 ലെയേഴ്സ് ഓഫ് റിച്ച് കോട്ടൺ കൊണ്ട് നിർമ്മിച്ച് ഫൊഹോവയുടെ സ്മാർട്ട് സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ഫൊഹോവയെ മറ്റു നാപ്കിനുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? ഇതിൽ പ്ലാസ്റ്റിക് ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഔട്ടർ കവർ പോലും സിൽവർ ഫോയിൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 50 മുതൽ 60 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് മണ്ണിൽ അലിഞ്ഞു ചേരും. വളരെയധികം ആഗിരണശേഷിയുള്ള അലോവേര അഥവാ കറ്റാർവാഴ ജെല്ലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. കൂടാതെ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരു ഘടകവും ഇതിലുണ്ട്. കൂടാതെ 8 എണ്ണം വരുന്ന ഓരോ പാക്കിലും വെജൈനൽ ഇൻഫെക്ഷൻ സ്വയം ടെസ്റ്റ് ചെയ്യാനുള്ള വെജൈനൽ ഹെൽത്ത് സെൽഫ് ടെസ്റ്റ് കിറ്റ് സൗജന്യമായി ലഭിക്കുന്നതാണ്. ഈ ടെസ്റ്റ് വഴി എന്തെങ്കിലും ഇൻഫെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിന് പ്രതിവിധിയായി ഫൊഹോവെ പാൻറ്റി ലൈനർ ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വ്യക്തമാക്കാം. ഇനി നമുക്കിതിൻ്റെ പ്രത്യേകതകൾ ഒന്ന് നേരിട്ട് കാണാം. ഇതാണ് ഫൊഹോവയുടെ സാനിറ്ററി നാപ്കിൻ. ഈ പാക്കറ്റിൽ 8 എണ്ണം അടങ്ങിയിട്ടുണ്ട്. ഇതാണ് സാധാരണയായി മാർക്കറ്റിൽ ലഭിക്കുന്ന നാപ്കിൻ. ഇനി നമുക്ക് ഫൊഹോവയുടെ നാപ്കിൻ എടുക്കാം. ഇനി നമുക്ക്
50 മില്ലി വെള്ളം എടുത്ത് സാധാ നാപ്കിനിൽ ഒഴിക്കാം. ഇനി നമുക്ക് 50 മില്ലി വെള്ളം ഫോഹോവേ നാപ്കിനിലേക്ക് ഒഴിക്കാം. ഇനി ഇത് രണ്ടിലെയും ഈർപ്പത്തിൻ്റെ ലെവൽ ഒന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിലെനിക്ക് കയ്യിൽ നനവായി. ഇതിലെനിക്ക് ഒരു നനവും അനുഭവപ്പെട്ടിട്ടില്ല. വീണ്ടും ഞാനൊരു 50 മില്ലി കൂടി എടുക്കുകയാണ്. എന്നിട്ട് ഫോഹോവ നാപ്കിനിലേക്ക് ഒഴിക്കുകയാണ്. ഇതിലിപ്പോൾ 50 മില്ലി. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിക്കാൻ സാധിക്കില്ല, കാരണം പുറത്തേക്ക് തുളുമ്പും. ഇതിലിപ്പോൾ 100 മില്ലി ഉണ്ട്. ഞാൻ ഒന്നുകൂടി ടച്ച് ചെയ്ത് കാണിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഈർപ്പമില്ല. ഇനി ഇതിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫോഹോവെ തുറക്കാം. ഇതിൽ സർജിക്കൽ കോട്ടനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ടോട്ടൽ 8 ലെയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ആൻറ്റി ബാക്ടീരിയൽ എലമെൻ്റ് ആണ്. ഇതിൽ ഉപയോഗിച്ച അലോവേര ജെൽ ഞാൻ വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഓൾറെഡി 100 മില്ലി വെള്ളം ഇതിലേക്ക് ഒഴിച്ചതാണ്. പിന്നെ ഉണ്ടായിരുന്ന 1/2 ഗ്ലാസ് വെള്ളം എവിടെ പോയി? ഇതാണ് ഇതിൻ്റെ സക്കിംഗ് പവർ. ഇതും പ്ലാസ്റ്റിക് അല്ല, സിൽക്കും കോട്ടണും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. സാധാരണ നാപ്കിനേക്കാളും സ്മൂത്ത് സർഫസ് ആണ് ഫോഹോവ നാപ്കിനിൻ്റേത്. സാധാരണ നാപ്കിൻ 3 to 4 hours യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഫോഹോവ നാപ്കിൻ നമുക്ക് 12 hours വരെ യൂസ് ചെയ്യാം. ലീക്ക് ആവും എന്നുള്ള പേടി വേണ്ട. അത്രയുമാണ് അതിൻ്റെ സക്കിംഗ് പവർ.